الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين اللهم اغفر لنا ولمشايخنا وللوالدين اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما اللهم افتح بالخير واجعل عاقبة أمورنا خير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه اللهم صل على محمد وعلى آل محمد وبارك وسلم عليه അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് ഹിജ്റ കഴിഞ്ഞ് 3-ാമത്തെ വർഷത്തിൽ നടന്ന ശവ്വാൽ മാസത്തിൽ നടന്ന ഉഹദ് യുദ്ധത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉഹദ് യുദ്ധത്തിൽ സഹാബാക്കൾ ഒരു വിഭാഗം അവരുടെ അടുക്കൽ പറ്റിപ്പോയ ചെറിയൊരു തെറ്റ് കാരണമായിട്ട് മുസ്ലിമീങ്ങൾക്ക് നേരിടേണ്ടി വന്ന പരീക്ഷണവും അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധരണാങ്കണത്തിൽ ഉറച്ചു നിന്നതും നബിയെ സംരക്ഷിച്ചുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു നടത്തിയ ഉജ്ജ്വലമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞു നിർത്തിയത് സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ സ്തജിബ് ലി സഅദ് അല്ലാഹുമ്മ സദ്ദിദ് ലി സഅദിൻ റമിയതഹു. അല്ലാഹുവേ, സഅദിൻ്റെ ഓരോ ഏറും നീ ചൊവ്വാക്കണേ, സഅദിൻ്റെ ദുആക്കൾക്ക് നീ ഉത്തരം നൽകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അത് ഓരോ അമ്പെറിയുമ്പോഴും നബിതങ്ങൾ അങ്ങനെ ദുആ ചെയ്തു എന്നാണ്. അപ്പോൾ സഅദിൻ്റെ ദുആക്കൾക്ക് നീ ഉത്തരം നൽകണേ എന്നുള്ള നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് തവണ കിട്ടി. അതിൻ്റെ അസർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മുസ്തജാബു ദുആ സ്വീകരിക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ സഹാബാക്കൾ എണ്ണിയിരുന്നത്. അതിന് നമുക്ക് പറയാൻ പറ്റുന്ന സംഭവങ്ങളിലൊന്ന്, കൂഫക്കാരായ ആളുകൾ ഇറാഖ് കീഴടക്കിയത് സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇറാഖ് കീഴടക്കുന്നത്. ഇറാഖ് പേർഷ്യക്കാരെ മുഴുവൻ തകർത്ത് അവർക്കിനി ഒരിക്കലും എഴുന്നേറ്റ് വരാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു പരാജയം അവർക്ക് സമ്മാനിക്കുന്നത് ഖാദിസിയ യുദ്ധത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം. അപ്പോൾ ആ യുദ്ധത്തിന് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ ഗവർണറാക്കി നിശ്ചയിച്ചു. പക്ഷെ നമുക്കറിയാം, കൂഫക്കാർ പണ്ടേ അല്ലെങ്കിൽ ഇറാഖികൾ പൊതുവിൽ കുറച്ചൊരു മുരട് സ്വഭാവമുള്ളവരാണ്. അവർക്ക് അവരുടെ ഗവർണർമാരെ കുറിച്ച് കുറ്റം പറയുക, കുറവ് കണ്ടെത്തുക, അത് പറഞ്ഞ് പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് സഹായം വാഗ്ദാനം ചെയ്തിട്ട് അവരാണല്ലോ വിളിച്ചിട്ട് പിന്നീട് അതേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വഞ്ചിച്ചിട്ട് അദ്ദേഹം അവിടെ എത്തിയപ്പം എതിർഭാഗത്ത് നിന്നിട്ട് അദ്ദേഹത്തോട് യുദ്ധം ചെയ്തത് ഇവരായിരുന്നല്ലോ. അപ്പോൾ ഈ സഅദ് റളിയല്ലാഹു അൻഹുവിനെതിരെയും ആവശ്യമില്ലാത്ത കുറേ പരാതികൾ അവരിങ്ങനെ പറഞ്ഞ് പരത്താൻ വേണ്ടി തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് കുറേ പരാതികളെത്തി. ചരിത്രത്തിൽ കാണാം, എന്തൊക്കെ പരാതി പറയാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളായ സഅദ് റളിയല്ലാഹു അൻഹു നമസ്കാരം പോലും നിസ്കരിക്കുന്നില്ല എന്ന് അവർ പരാതി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം നിരർത്ഥകമായ ഒരർത്ഥവും ഇല്ലാത്ത പരാതിയാണെന്ന് മനസ്സിലായെങ്കിലും രാജാവിൻ്റെ അടുക്കൽ പരാതി വന്നതുകൊണ്ട് അത് അന്വേഷിക്കാൻ വേണ്ടി മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹുവിനെ അയച്ചു. അദ്ദേഹം കൂഫയിൽ ചെന്ന് ഖലീഫയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക വ്യക്തിയായിട്ട് അവരോട് പോയി ചോദിച്ചപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. എല്ലാവർക്കും പേടിയായി. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആളെ വന്നത്, പറയുമ്പോൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതിയില്ല. അവസാനം അദ്ദേഹം ബനു അബ്സ് ഗോത്രത്തിൻ്റെ പള്ളിയിൽ കയറിയപ്പോൾ അവിടെ ചെന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉസാമത്ത് ബിൻ ഖതാദ എന്ന് പറഞ്ഞ ഒരാൾ എഴുന്നേറ്റു. വേറെ ആരും മിണ്ടിയില്ല. അയാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ നിർബന്ധം പിടിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും അന്യായമായ രീതിയിൽ ഒരു അറബി പ്രാസൊക്കെ ഒപ്പിച്ചുകൊണ്ട് അയാൾക്ക് തോന്നിയ തരത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന സഅദൻ കാന ലാ യസീറു ബിസ്സരിയ വലാ യഖ്സിമു ബിസ്സവിയ വലാ യഅദിലു ഫിൽ ഖദിയ. 3 പരാതികൾ പറഞ്ഞു.
അതിന് പ്രത്യേകിച്ച് ന്യായമൊന്നുമില്ല. അയാൾ ആ പ്രാസം ഒപ്പിച്ചിട്ട് ആ ഒഴുക്കിൽ അങ്ങ് പറഞ്ഞു. ഒന്നാമത്തെ പരാതി, സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്നില്ല. രണ്ടാമത്തെ പരാതി, അദ്ദേഹം സമ്പത്ത് വീതിക്കുമ്പം നീതിയോടുകൂടി വീതിക്കുന്നില്ല. മൂന്നാമത്തെ പരാതി, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ തീർപ്പാക്കുമ്പോൾ ഒരു തരത്തിലുള്ള നീതിയും അദ്ദേഹം കാണിക്കുന്നില്ല എന്ന് 3 പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് ഭയങ്കര വിഷമായി. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലഅദുഅന്ന ബിസലാസ്, എനിക്കെതിരെ 3 ആരോപണങ്ങൾ ഉന്നയിച്ച ഇയാൾക്കെതിരെ ഞാൻ 3 ദുആക്കൾ ചെയ്യും. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബൻ, അല്ലാഹുവേ നിൻ്റെ ഈ അടിമ കളവാണ് പറഞ്ഞതെങ്കിൽ, ഖാമ റിയാഅൻ വസുംഅതൻ, മറ്റുള്ളവരെ കാണിക്കാനും അവരുടെ പ്രശംസ പിടിച്ചു പറ്റാനും വേണ്ടിയാണ് ഇയാൾ എഴുന്നേറ്റ് നിന്നതെങ്കിൽ 3 ദുആ ചെയ്തു. ഫഅതിൽ ഉംറ, ഒന്നാമത്തത് അയാളുടെ ആയുസ്സിനെ നീ ദീർഘിപ്പിക്കണേ, അതായത് വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിക്കണേ. വഅതിൽ ഫഖറഹു, അയാളുടെ ദാരിദ്ര്യത്തെ നീ നീട്ടണേ, ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ആഴ്ത്തണേ. വഅർരിദ്ഹു ബിൽ ഫിതൻ, അയാളെ നീ ഫിത്നയ്ക്ക് വേണ്ടി ഇട്ടുകൊടുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ് 3 ദുആ ചെയ്തു സഅദ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ കാണാം, റാവി പറയാണ്, അതിനുശേഷം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കൂഫയുടെ തെരുവോരങ്ങളിൽ കൂടി വാർദ്ധക്യത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയിട്ട് തൊലിയൊക്കെ ചുക്കിച്ചുളിഞ്ഞ് എത്രത്തോളം കണ്ണിൻ്റെ പിരുകം പോലും കണ്ണിലേക്ക് ഇങ്ങനെ വെഴുന്ന തരത്തിൽ അത്രയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ കണ്ണ് കാണാതെ ചുമരുകളിങ്ങനെ പിടിച്ച് നടക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ്. ആദ്യത്തെ ദുആ കബൂലായി. രണ്ടാമത്തെ ദുആ, അയാൾ ദാരിദ്ര്യം കാരണം ജനങ്ങൾക്കിടയിൽ ഭിക്ഷ യാചിച്ച്, കണ്ണ് കാണാത്ത ഈ അവസ്ഥയിൽ ഭിക്ഷ യാചിച്ചായിരുന്നു ജീവിച്ചിരുന്നതാണ്. രണ്ടാമത്തെ ദുആയും സത്യമായി. മൂന്നാമത്തെ ദുആ റാവി പറയാണ്, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നെങ്കിലും, ഇത്രയും വയസ്സായി കണ്ണ് കാണുന്നില്ല, ദരിദ്രനാണെങ്കിലും പെൺകുട്ടികളൊക്കെ വഴിയിലൂടെ പോകുമ്പോൾ ഇയാൾ തോണ്ടുകയും മാന്തുകയും കുത്തിത്തിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ്. കാരണം നമ്മൾ നരമ്പ് രോഗം എന്നൊക്കെ പറയുന്നില്ല, അദ്ദേഹത്തിന് കൺട്രോൾ കിട്ടുമായിരുന്നില്ല എന്ന്. വല്ലാത്തൊരവസ്ഥയല്ലേ. ആളുകൾ ഇയാളോട് ചോദിക്കും, എന്താ വയസ്സും പ്രായക്കാരിൽ എന്താ നിങ്ങൾ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയായിരുന്നു, ഷൈഖുൻ കബീറുൻ മഫ്തൂനുൻ അസാബത്നി ദഅവതു സഅദ്, വയസ്സായ ഫിത്നയിലാകപ്പെട്ടു പോയ ഒരു ഷെയ്ഖാണ് ഞാൻ, എനിക്ക് ബാധിച്ചിരിക്കുന്നത് സഅദിൻ്റെ ദുആയാണ് റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം ആ അവസ്ഥയിൽ പറയാറുണ്ട്. അദ്ദേഹത്തിന് കൺട്രോൾ കിട്ടൂല, അറിയാതെ ഫിത്നയിൽ പെട്ടുപോകുമായിരുന്നു. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നബിയെ ഉദ്ഉല്ലാഹ അൻ യജഅലനി മുസ്തജാബദ് ദഅവ, നബിയെ എന്നെ മുസ്തജാബു ദുആ ആക്കി മാറ്റാൻ വേണ്ടി ദുആ ചെയ്യണേ, ഞാൻ എന്ത് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടിയായിട്ട് എന്താ പറഞ്ഞത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ച കാര്യം, അതിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. ഓ അങ്ങനെ ആവണം അല്ലേ, നിനക്ക് മുസ്തജാബു ദഅവ ആണോ? അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ ഭക്ഷണത്തെ പരിശുദ്ധമാക്കുക, ശുദ്ധമാക്കുക, ത്വയ്യിബാക്കുക, നിൻ്റെ ദുആക്കൾ സ്വീകരിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വിഷയം നമ്മൾ മുൻപ് പറഞ്ഞതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ മജ്ലിസിൽ വെച്ച് ഒരാൾ തൽഹ റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും ജമിയാൻ, ഇവരെക്കുറിച്ച് ഇങ്ങനെ കുറേ കുറ്റങ്ങളും മോശത്തരങ്ങളും ചീത്തയൊക്കെ പറയാൻ തുടങ്ങി. അദ്ദേഹം അവരെ നിരോധിച്ചു. ലാ തഖഅ ഫീ ഇഖ്വാനി, എൻ്റെ ചങ്ങായിമാരെക്കുറിച്ച്, എൻ്റെ സഹോദരന്മാരെക്കുറിച്ച് നിങ്ങൾ മോശമൊന്നും പറയരുതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അയാൾ കേട്ടില്ല. വീണ്ടും അയാളിങ്ങനെ കുറ്റം പറയാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് മാറി നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ മുസ്ഖിതൻ ലക ഫീമാ യഖൂൽ, ഇയാൾ ഈ പറയുന്ന കാര്യം നിന്നെ കോപിപ്പിക്കുന്ന, നിനക്ക് ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ റബ്ബേ ഇവനിൽ നീ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണേ, ബാക്കിയുള്ളവർക്ക് ഇവനെ നീ ഒരു പാഠമാക്കണേ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ-ബിദായ വൻ-നിഹായയിൽ പറയുന്നുണ്ട്. ഈ സംഭവം റിവായത്ത് ചെയ്യുന്നത് താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും പ്രധാനിയായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറയുന്നത്. സഈദുൽ മുസയ്യിബ് ആരായിരുന്നു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളുടെ ഭർത്താവായിരുന്നു. ഈ സഈദുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് താബിഈങ്ങളുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ താബി. അദ്ദേഹം പറയാണ്, ഞങ്ങളിങ്ങനെ സഅദ് റളിയല്ലാഹു 2 റക്അത്ത് നമസ്കരിച്ചു, ഇയാൾക്കെതിരെ ദുആ ചെയ്തു. അത് കഴിഞ്ഞ ഉടൻ അയാൾ പറച്ചിലൊക്കെ നിർത്തിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേക്കലും, ദൂരെ നിന്ന് ഒരു കൂറ്റൻ ഒട്ടകം ആളുകളൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നേരെ ഇയാളുടെ അടുക്കലേക്ക് വന്നു. ഒരു വിളറി പിടിച്ച പോലെ നേരെ ഇയാളുടെ അടുക്കലേക്ക് വരികയും ഇയാളെ കടിച്ചെടുത്ത് ഒരു പരുപരുത്ത ശക്തമായ പാറ പോലുള്ള ഒരു ഭൂമിയിലേക്ക് കൊണ്ടുവന്നിടുകയും ഇയാളെ ആ പാറയുടെയും തൻ്റെ ശരീരത്തിൻ്റെയും നടുക്കാക്കിയിട്ട് ഇങ്ങനെ ഞെരിച്ച് കൊന്നുകളയുകയും ചെയ്തു. ആ ഒട്ടകം അത്രയും പവറായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആ. സഈദുൽ മുസയ്യിബ് റഹിമഹുല്ലാഹ് പറയുക, അതിനുശേഷം ഞാൻ ജനങ്ങളെ കണ്ടു, ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പോയി അദ്ദേഹത്തിന് സലാം പറഞ്ഞ്, ഹനി അല്ലക യാ അബാ ഇസ്ഹാഖ് ഉജീബത് ദഅവതുക, അബൂ ഇസ്ഹാഖെ അങ്ങേക്ക് മംഗളാശംസകൾ, അങ്ങയുടെ ദുആ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഓരോരുത്തർ പോയി കൺഗ്രാജുലേഷൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാണ്.
ഒരിക്കൽ ഇദ്ദേഹത്തിന് ഒരു അടിമ സ്ത്രീ ഉണ്ട്, സേറ എന്ന അടിമ സ്ത്രീയുടെ പേര്. ഇതും പിന്നെ അൽവിദായ വന്യഹായിലുണ്ട്, സിയർ അലാമിൻ നുബലായിലൊക്കെ ഉണ്ട്. ഇത് സേറ എന്ന് പറഞ്ഞ ഒരു അടിമ സ്ത്രീ, ഉമറുള്ളാഹിൻ്റെ കാലഘട്ടത്താണ്. അടിമ സ്ത്രീ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അവൾ ഒരു പുതിയ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു, സ്ത്രീയാണ്, പുതിയ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നൊരു കാറ്റടിച്ച് വീശി. ആ കാറ്റത്ത് ഇവളുടെ വസ്ത്രം കുറച്ചിങ്ങനെ പാറിപ്പോയി, ഔറത്ത് കുറച്ച് കണ്ട്. കറക്റ്റ് കണക്കിന് ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു ചെറിയ വടിയുണ്ട്, അദ്ദിറ അൽ ഉമരിയ എന്നതിൻ്റെ പേര്. അതുകൊണ്ട് പലരെയും വരക്ക് നിർത്തിയ സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ഒരു ലേഖനം തന്നെ ഉണ്ട്, അദ്ദിറ അൽ ഉമരിയ വഹിയ തഅമൽ എന്ന് പറഞ്ഞിട്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വടി പണിയെടുത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കയ്യിൽ ഒരു ചെറിയ വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് അദ്ദേഹം ഈ സ്ത്രീയെ ഇങ്ങനെ, ഫിത്രക്ക് കാരണമായതുകൊണ്ട് ഈ സ്ത്രീയെ ഇങ്ങനെ ഔറത്ത് കണ്ടതിൻ്റെ പേരിൽ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് അദ്ദേഹത്തെ തടഞ്ഞു. ആ തടയുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു കൺട്രോൾ പോയിട്ടാളെ, ദേഷ്യം പിടിച്ചിട്ടാളെ. ആ തടയുന്ന സമയത്ത് അദ്ദേഹം അത് കേൾക്കാതെ സഅദ് റളിയല്ലാഹു അൻഹുവിന് 1-2 അടി കൊടുത്തു. ഈ അടി കിട്ടിയ പാട് തങ്ങളൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സഅദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പോയി. ഉമർ റളിയല്ലാഹു അൻഹു അപ്പം ബോധം വന്ന് അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ നെട്ടി തൊട്ടുടനെ തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി സഅദ് റളിയല്ലാഹുവിൻ്റെ കയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇഖ്തസ്, പ്ലീസ് അങ്ങ് പകരം എന്നെ അടിച്ചേക്കണം, എന്നോട് പകരം തീർത്തേക്കണം, ദുആ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആൻ്റെ പവർ. ഉമർ റളിയല്ലാഹു പെട്ടെന്ന് എന്തോ ആരെയും പറയുന്നത്, ഖലീഫയാണ്, അങ്ങനെ തന്നെ നിന്നോടുത്ത് ഇഖ്തസ്, പെട്ടെന്ന് നിങ്ങൾ തിരിച്ചെന്നെ അടിക്കണേ, എനിക്കെതിരെ ദുആ ചെയ്യല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഅഫ അൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമ. ആ സഅദ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമറേ, ഞാൻ നിനക്ക് മാപ്പ് തന്നു, ഞാൻ നിന്നെ തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു വലിയ മഹത്വമുള്ള സഹാബിയാണ്. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അതേപോലെ ഈ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ ഏറ്റവും അവസാനം വഫാത്താകുന്നത് ഇദ്ദേഹം. ഹിജ്റ 55-ാമത്തെ വർഷം അദ്ദേഹം വഫാത്താകുന്നത്, മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അവസാനം വഫാത്താകുന്നത് ഇദ്ദേഹം. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന, ഷഹീദാകുന്ന സമയത്ത് അടുത്ത ഖലീഫയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് 6 പേരെ അദ്ദേഹം ഒരു ഷൂറ ടീമായിട്ട് തിരഞ്ഞെടുത്തിരുന്നു. എന്നിട്ട് അവരെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നബിതങ്ങൾ വഫാത്താകുമ്പോൾ ഈ 6 പേരെക്കുറിച്ച് പൂർണ്ണ തൃപ്തരായിട്ടാണ് വഫാത്തായതെന്ന് പറഞ്ഞു. ആ 6 പേരിൽ ഒരാൾ ആരും ഉണ്ടായിരുന്നു? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന നല്ലൊരു സനദോട് കൂടിയുള്ള ഒരു റിവായത്ത് പ്രകാരം കാണാൻ പറ്റും, കാന അശദ്ദു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശദീദീങ്ങളായ, ഏറ്റവും ജോഷുള്ള, കരുത്തരായ ആളുകൾ 4 പേരായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് പറയാം റഹിമഹുല്ലാഹ്. ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബി താലിബ്, സുബൈർ ഇബ്നുൽ അവ്വാം, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹും ജമീഅൻ. ഈ 4 പേരായിരുന്നു ഏറ്റവും അശദ്ധായിരുന്ന ആളുകൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉഹദിൽ അദ്ദേഹം സംരക്ഷിച്ചത് നമ്മൾ കണ്ടു. നബിതങ്ങൾക്ക് ഉഹദിൽ മാത്രമല്ല, എപ്പോഴും നബിതങ്ങളുടെ ഒരു കാവലാളായി, നബിതങ്ങൾക്ക് ഓരോ ദ്രോഹവും ഒരു ഉപദ്രവവും ഏൽക്കാതെ അദ്ദേഹം കാവൽ നിൽക്കുമായിരുന്നു. മദീനത്തെത്തിയ ഉടനെ നടന്ന സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, മദീനത്തിലെത്തിയ അന്നത്തെ ആദ്യത്തെ രാത്രികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തീരെ ഉറക്കം വരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. അതായത് ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കുറേ ദിവസങ്ങൾ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളോളം, ആദ്യത്തെ 1-2 വർഷങ്ങൾ റസൂലുള്ളാഹിക്ക് തീരെ സമാധാനമില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി യഹ്റുസുനി ലൈല. ഉറക്കം വരാണ്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, എൻ്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സാലിഹായ വ്യക്തി ഇന്ന് എനിക്ക് സംരക്ഷണം നൽകിയിരുന്നെങ്കിൽ, പുറത്ത് ഒരു സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നബി തങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞു. പെട്ടെന്നുണ്ട് ഫസമിഅന സൗത സിലാഹ്, പുറത്ത് വാളിൻ്റെ ടക് 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 എന്നുള്ള ശബ്ദം കേൾക്കുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, മൻ ഹാദാ, ആരാണ് അത് എന്ന് ചോദിച്ചപ്പോൾ, അന യാ റസൂലല്ലാഹ്, നബിയെ ഞാനാണ് എന്നൊരു ശബ്ദം കിട്ടും. ആരായിരുന്നത്? സഅദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. വഖഅ ഫീ നഫ്സി ഖൗഫുൻ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിലൊരു പേടി തോന്നി. ഫജിത്തു അഹ്റുസുഹു, രാത്രി ഞാൻ എൻ്റെ ഉറക്കം മാറ്റി വെച്ച് എൻ്റെ ഹബീബിനെ സംരക്ഷിക്കാൻ ഓടി എത്തിയതാ നബി എന്ന് പറഞ്ഞു. ആയിഷ ബീവി പറയാ, ഫനാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി ഉറങ്ങി. ഹത്ത സമിഅന ഗതീതഹു, ഞങ്ങൾ അവിടുത്തെ കൂർക്കം വലി കേൾക്കുന്ന തരത്തിൽ നല്ല എന്താ പറയുക, ശാന്തമായ ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിരുന്നു. ഇങ്ങനെയൊക്കെ ഇത്രയും വലിയ മഹത്വത്തിൽ കഴിഞ്ഞിരുന്ന ആ സഹാബി അവസാനം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു നുരുമ്പിയ, വളരെ പഴകിയ ഒരു കോട്ടൺ വസ്ത്രത്തിൽ, ഒരു കോട്ടൺ ജുബ്ബയിൽ തന്നെ കഫൻ ചെയ്യണമെന്ന് പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ആളുകൾ ചോദിച്ചു, മഹാനവറുകൾ എന്തിനാ ഇതിൽ കഫൻ ചെയ്യണമെന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നി ലഖീതുൽ മുശ്രിക്കീന ഫീഹാ യൗമ ബദർ.
ബദറിൻ്റെ രണാങ്കണത്തിനന്ന് ഈ ജുബ്ബ ധരിച്ചുകൊണ്ടായിരുന്നു ഞാൻ മുശ്രിക്കീങ്ങളെ കണ്ടുമുട്ടിയത്. വഖദ് ഇഖ്തബഅതുഹാ ലിഹാദൽ യൗം, ഇന്നത്തെ ഈ ദിവസത്തേക്ക് വേണ്ടി ഞാൻ അതിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. അല്ലാഹു അക്ബർ. മഹാന്മാരായ സഹാബാക്കൾ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിലും അവർ മരണസമയത്ത് എന്തെങ്കിലും അവർ ഉപകാരപ്പെടുന്ന അവസാന തടവ്, 18ാമത്തെ തടവ് എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ മരണസമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ മാറ്റിവെച്ചിരുന്നു. അങ്ങനെ വേറെ തന്നെ ആക്കിയിട്ട് കണ്ടിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം എൻ്റെ സംസാരങ്ങളിൽ പറയും. 2 കാരണങ്ങൾ. ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടുള്ള നമ്മുടെ സ്നേഹം, അല്ലേ, റസൂലുള്ളാഹിൻ്റെ 2 പെൺമക്കളുടെ ഭർത്താവാണ് അദ്ദേഹം. അതല്ലാതെ രണ്ടാമത് ഈ സംഭവത്തിൽ, ഈ പെർട്ടിക്കുലർ സംഭവത്തിൽ ഒരു പ്രത്യേക ആകർഷണീയതയാണ്, നമുക്കൊരുപാട് പാഠം നൽകുന്നതാണ്. ഇബ്നു അസാക്കിർ റഹിമഹുള്ള റിവായത്തിൻ്റെ ഹദീസിൽ കാണാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട് ശത്രുക്കൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന സമയത്ത് അവർ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. നിങ്ങളെ കൊല്ലും, നിങ്ങളെ പട്ടിണിക്കിടും, നിങ്ങളെ ദാഹിപ്പിക്കും, നിങ്ങൾക്ക് വെള്ളം തരൂല, കുടിക്കാൻ തരൂല, തിന്നാൻ തരൂല എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണിയും മുഴക്കുന്നുണ്ട്. ആ സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കയറിയിട്ട് അവസ്ഥകളൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഖ്തബഅതു ഇൻദ റബ്ബി 10. ഇവരെന്നെ പലതും പറഞ്ഞ് പേടിപ്പിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇന്നൊരു ബേജാറുമില്ല. എന്നെ കൊന്നാലും പട്ടിണി കിട്ടാലും വെള്ളം കുടിക്കാൻ തന്നില്ല ഒന്നും ഒരു പ്രശ്നമില്ല. കാരണം ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ 10 കാര്യങ്ങൾ ഒരുക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ 10 കാര്യങ്ങൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലുള്ള ഉറപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പേടിയും തരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ എണ്ണി, ഞാൻ 4ാമതായി ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്. എനിക്ക് മുമ്പ് ആകെ 3 പേരെ മുൻകടന്നിട്ടുള്ളൂ. അതുപോലെ റസൂലുള്ള ആദ്യം ഒരു മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. അതിനുശേഷം അവൾ മരിച്ചപ്പോൾ അടുത്തൊരു മകളെ എനിക്ക് വിവാഹം ചെയ്തു തന്നു. ഒമാ തഅന്നൈതു വലാ തമന്നൈതു, ഞാൻ ജാഹിലിയ കാലഘട്ടത്തിലോ ഇസ്ലാമിലോ അനാവശ്യമായിട്ട് കെട്ടിച്ചമച്ചൊന്നും പറഞ്ഞിട്ടില്ല. പാഴ് വർത്തമാനങ്ങളിലും പാഴ് വേലകളിലും പാഴ് കളികളിലും ഞാൻ മുഴുകിയിട്ടില്ല. വലാ വളഅതു യമീനി അലാ ഫർജി മുൻസു ബയഅതു ബിഹാ ഹിബ്ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കരളിൻ്റെ കഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചിട്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം എൻ്റെ ഈ വലത് കൈ കൊണ്ട് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ഗുഹ്യഭാഗം തൊട്ടിട്ടില്ല. അല്ലാഹ്, മരിക്കുന്നതിനും അദ്ദേഹം കാത്തുവെക്കുന്ന അമലുകളിൽ ഒന്നാണ്. വല മറത്ത് ബി ജുബഅബു അസ്ലം, ഞാൻ മുസ്ലിം ആയതിനു ശേഷം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഒരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ആയതിനു ശേഷം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഒരു അടിമയെ മോചിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച എനിക്ക് അടിമയെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച കഴിഞ്ഞതിനും കൂടി കളാ വീട്ടിട്ട് ഞാൻ 2 മോചിപ്പിക്കുമായിരുന്നു. ഇസ്ലാമിലും ജാഹിലിയത്തിലും ഒരിക്കൽ പോലും ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. ഇസ്ലാമിലും ജാഹിലിയത്തിലും ഒരിക്കൽ പോലും ഞാൻ ഒന്നും കട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാഠമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനുമുണ്ട്. ഈ 10 കാര്യം എൻ്റെ അക്കൗണ്ടിലുള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു ബേജാറും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കും മരിക്കണ്ടേ അല്ലേ? നമ്മുടെ ഖബറിലേക്ക് നമുക്ക് പോകണ്ടേ? ആരെങ്കിലും കൂടെ ഉണ്ടാവുമോ? ഈ സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതല്ലെങ്കിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യം ഇന്നതാണ് എന്ന് എടുത്തു കാണിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. 2 വയസ്സായ സഹാബിമാരുടെ ചരിത്രം നമ്മൾ പറഞ്ഞിരുന്നു. ഉഹദിൽ 2 വയസ്സായ സഹാബാക്കൾ കാണിച്ച ത്യാഗവും അവരുടെ ഷഹാദത്തിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരാളും കൂടിയുണ്ട്. വയസ്സായ ആളുകളെ കുറിച്ച് പറയുമ്പം അന്ന് ഉഹദിൻ്റെ രണാങ്കണത്തിൽ പ്രായമായിട്ടും ഉഹദിൽ പങ്കെടുക്കുകയും ഷഹാദത്ത് വരിക്കുകയും ചെയ്ത ഒരാൾ, പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖൈസമ റളിയല്ലാഹു അൻഹു. ഇവിടെ കേട്ടിട്ടുള്ളത് ബദർ യുദ്ധത്തിൽ നമ്മളൊരു സംഭവം പറഞ്ഞിരുന്നല്ലോ, ഒന്നുകൂടി ആവർത്തിക്കാം. വളരെ ആവേശകരമായ സംഭവം. ബദർ യുദ്ധത്തിൻ്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വീട്ടിൽ നിന്നും ഒരു പുരുഷൻ പുറപ്പെടണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭയങ്കര തമ്മിലടി, തർക്കം. സഅദ് റളിയല്ലാഹു അൻഹും ഉപ്പ ഖൈസമ റളിയല്ലാഹു അൻഹു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക. സഅദ് റളിയല്ലാഹു അൻഹു പറയാം ഞാൻ പോവും, ഉപ്പ പറയാൻ ഞാൻ പോവും. രണ്ടുപേരും വഴക്കിട്ടു, തർക്കം അങ്ങോട്ട് കിട്ടും. അവസാനം അവർ നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു. നറുക്കിട്ടിട്ട് നറുക്ക് വീണപ്പം മകനാ നറുക്ക് വീണ. സഅദ് റളിയല്ലാഹു അൻഹു പോകാൻ തീരുമാനമായി. ഖൈസമ റളിയല്ലാഹു അൻഹുവിന് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ തനിക്ക് അവസരം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി വിഷമത്തോടുകൂടി അവസാന തടവെന്ന നിലയിൽ ഖൈസമ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് കെഞ്ചി പറഞ്ഞു, മോനെ ഞാൻ നിൻ്റെ ഉപ്പയല്ലേ, ഉപ്പാനെ ബഹുമാനിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഫആസിർനി, എനിക്ക് നീ ഈസാറതാ, മുൻഗണനതാ, ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു മകൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇന്നഹൽ ജന്നതു യാ അബതി, ഉപ്പാ ഇത് സ്വർഗത്തിൻ്റെ വിഷയമായിപ്പോയി. സ്വർഗമല്ലാത്ത വേറെ ഏത് വിഷയമായിരുന്നെങ്കിലും ഞാൻ അങ്ങേക്ക് മുൻഗണന നൽകിയേനെ, പക്ഷേ ഇത് സ്വർഗമായിപ്പോയി, ഇവിടെ ഞാൻ അങ്ങക്ക് മുൻഗണന നൽകൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ബദറിൽ 14 ശുഹദാക്കളാണുള്ളത്. ആ 14 പേരിൽ ഒരാൾ ആരുമുണ്ട്? സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്.
ഈ ഉപ്പ ഖൈസമ റളിയല്ലാഹു അൻഹു വയസ്സായി, പ്രായമായി. അദ്ദേഹം അടുത്തൊരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ ഉഹദിൻ്റെ രണാങ്കണമായപ്പോൾ അദ്ദേഹം നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ബദറിൽ എനിക്ക് അവസരം ലഭിച്ചില്ല, അങ്ങയുടെ കൂട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വല്ലാഹി അലൈഹ ഹരീസ, ഞാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അവസരം കിട്ടിയില്ല. പക്ഷേ നബിയെ, ഉഹദിൻ്റെ അന്ന് വന്നിട്ട് പറയാം, നബിയെ, ഇന്നലെ ഞാൻ ഉറക്കത്തിൽ സഅദിനെ സ്വപ്നം കണ്ടു. അഹ്സന സൂറത്തിൻ യസ്റഹു ഫീ സിമാരിൽ ജന്ന വൻഹാരിഹ, ഏറ്റവും നല്ല രൂപത്തിൽ സ്വർഗത്തിൻ്റെ അരിവുകളിലും അതിൻ്റെ പഴങ്ങളിലും ഇങ്ങനെ വിരാജിക്കുന്നതായിട്ട് ഞാൻ അവനെ കണ്ടു. അവൻ എന്നോട് പറയാ, ഇൽഹഖ് ബിനാ തുറാഫികുനാ ഫിൽ ജന്ന, ഉപ്പാ ഇങ്ങ് വാ, നമ്മളുടെ കൂടെ സ്വർഗത്തിൽ നമുക്കിങ്ങനെ അടിച്ചു പൊളിക്കാം, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നു. വഖദ് വജദ്തു മാ വഅദനി റബ്ബി ഹഖ, എൻ്റെ മോൻ പറഞ്ഞു, ഉപ്പാ എൻ്റെ റബ്ബ് എന്നോട് എന്തെല്ലാം വാഗ്ദാനം ചെയ്തോ അതൊക്കെ ഞാൻ സത്യമായി കണ്ടിരിക്കുന്നു, ഉപ്പ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നു. അതിനുശേഷം അദ്ദേഹം റസൂലാണ് ചോദിക്കുക, വഖദ് വല്ലാഹി യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് രാവിലെ മുതൽ അവനോട് സ്വർഗത്തിൽ ചെന്ന് ചേരാൻ വേണ്ടി എനിക്ക് മുട്ടിയിട്ട് വയ്യ, പൂതിയായിട്ട് വയ്യ. വഖദ് കബിറത് സിന്നി, എൻ്റെ വയസ്സ് ഇത്രയായില്ലേ. വറക്ക അലുമി, എൻ്റെ എല്ലുകളൊക്കെ ശോഷിച്ചു പോയില്ലേ. വഅഹ്ബബ്തു ലിഖാ റബ്ബി, എനിക്ക് എൻ്റെ റബ്ബിനെ കാണാൻ ആഗ്രഹമാകുന്നു. അതുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലെ, എനിക്ക് വേണ്ടി ഷഹാദത്ത് കിട്ടാൻ അങ്ങ് ദുആ ചെയ്യണേ എന്ന് അദ്ദേഹം ആവശ്യപ്പെടുക. ഉഹദിൻ്റെ രണാങ്കണത്തിൽ നിന്ന് ഗനീമത്ത് സ്വത്ത് കിട്ടണം, യുദ്ധം വിജയിക്കണം, കുറേ സമ്പത്ത് വരണം, എന്നൊന്നുമല്ല, എനിക്ക് എൻ്റെ മകൻ്റെ കൂട്ടത്തിൽ പോയി ചെന്ന് ചേരണം, അതിന് വേണ്ടിയിട്ടുള്ള ഷഹാദത്തിന് അങ്ങ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് പരിഗണിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ദുആ ചെയ്തു. ആ ദുആൻ്റെ ഫലം എന്നോണം ആ യുദ്ധത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഖൈസമ റളിയല്ലാഹു അൻഹു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയും അവസാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി വീണ് തൻ്റെ മകൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് ചെന്ന് ചേരുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ഉഹദിൻ്റെ രണാങ്കണത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കും. നമ്മൾ പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹു കുറേ നേരം അമ്പ് ചെയ്തിട്ടും ശത്രുക്കൾ ഇങ്ങനെ ഓടി അടുക്കുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചുറ്റും ശത്രുക്കൾ ഇങ്ങനെ വന്ന് പൊതിയാൻ തുടങ്ങി. നബി തങ്ങളുടെ കൂട്ടത്തിൽ 2 മുഹാജിരീങ്ങൾ, തൽഹ റളിയല്ലാഹു അൻഹും സഅദ് റളിയല്ലാഹു അൻഹും, ബാക്കി 7 അൻസാറുകൾ. അവരുടെ പേര് അധിക ചരിത്ര ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞാലായി എന്നല്ലാതെ അധിക ചരിത്ര ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അൻസാറുകൾ അങ്ങനെ ഭയങ്കര ഇഖ്ലാസ് ഉള്ളവരാണ്. റസൂലുള്ളാഹിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായവരായിരുന്നു. ഇങ്ങനെ 7 പേർക്ക് നടുവിൽ നിൽക്കുന്നു. ശത്രുക്കൾ വന്ന് പൊതിയാൻ തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മൻ യറുദ്ദുഹും അന്നാ വലഹുൽ ജന്ന, ആരാണ് നമ്മളെ തൊട്ട് ഇവരെ തട്ടിമാറ്റുക, അവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു. ഔ ഹുവ റഫീഖി ഫിൽ ജന്ന, അല്ലെങ്കിൽ റസൂലുള്ളാഹി എന്താ പറഞ്ഞത്, സ്വർഗത്തിൽ അവൻ എൻ്റെ കൂട്ടുകാരനായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ ഫതഖദ്ദമ റജുലുൻ മിനൽ അൻസാർ, അൻസാറുകളിൽ നിന്നുള്ള ആൾ ചാടി എഴുന്നേറ്റു, ശത്രുക്കളുടെ മുന്നിലേക്ക് ചാടി വീണു, അവരോട് ശക്തമായി പോരാടി അദ്ദേഹം മരണം വരിച്ചു. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വാക്ക് ആവർത്തിച്ചു. അടുത്ത അൻസാരി സഹാബി ചാടി വീണു. അങ്ങനെ റസൂലുള്ളാഹി ഓരോ തവണയും ആവർത്തിക്കും, ഓരോ സഹാബിയും ചാടി വീഴും. ഒന്നിന് പിറകെ ഒന്നായി 7 പേരും റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ തൻ്റെ ശരീരത്തെ പരിചയാക്കി മാറ്റിക്കൊണ്ട് അവിടുത്തെ സംരക്ഷിച്ചിട്ട് ഷഹാദത്ത് വരിച്ചു റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി 2 മുഹാജിരീങ്ങളോട് പറഞ്ഞു, മാ അൻസഫ്നാ അസ്ഹാബന, നമ്മുടെ ഈ കൂട്ടുകാരോട് നമ്മൾ ഒരിക്കലും നീതി പുലർത്തിയിട്ടില്ല കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം എന്താ, ഈ മക്കക്കാർക്ക് ആരോടാ പക, ആരോടാ ശത്രുത? മുഹാജിരീങ്ങളായ നമ്മളോടാണ് ശത്രുത. ഈ പാവങ്ങളോട് അവർക്ക് യാതൊരുവിധ ശത്രുതയില്ല. പക്ഷേ നമുക്ക് വേണ്ടി അള്ളാഹുവിനോടും റസൂലിനോടും അവർ ചെയ്ത കരാറ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ പാവങ്ങൾ യുദ്ധത്തിന് വന്നതാണ്. എന്നിട്ട് നമ്മളിവിടെ ജീവിച്ചിരിക്കുക, ഈ പാവങ്ങൾ മരിക്കുക. ഇവരോട് നമ്മൾ ഒരിക്കലും നീതി പുലർത്തിയിട്ടില്ല എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അവരോട് നീതി പുലർത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ ഇവരോട് നീതി പുലർത്തിയിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതം അല്ലേ, അവരുടെ പിന്മുറക്കാരാണെന്നാണ് നമ്മുടെ വാദം, അവരുടെ പിൻഗാമികളാണെന്നാണ് നമ്മൾ പറയുന്നത്. അവർ പോയ സ്വർഗത്തിലേക്ക് ഞങ്ങളെയും എത്തിക്കണേ എന്നതാണ് നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹമൊക്കെ. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതത്തോട് നീതി പുലർത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമുക്കൊക്കെ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. 7 പേരും മരണപ്പെട്ടു. 7 പേരും മരണപ്പെടുത്തിയിട്ട് അടുത്ത നസായിയുടെ റിവായത്തിൽ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം, അതിനുശേഷം ഒരു 11 അൻസാരി സഹാബകൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റും കൂടി. ജാബിർ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ മുഹാജിരീങ്ങളുടെ കൂട്ടത്തിൽ തൽഹ റളിയല്ലാഹുവിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, സഅദ് റളിയല്ലാഹുവിനെ പറയുന്നില്ല. ഒരുപക്ഷെ യുദ്ധം ചെയ്ത് ആ സമയത്ത് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ ശത്രുക്കളെ വരാം, ശത്രുക്കളെ പരതിയിട്ട് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവണം. ഇപ്പോൾ ഈ സമയത്ത് ആരേ ഉള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൽഹ റളിയല്ലാഹു അൻഹു, പിന്നെ 11 അൻസാരി സഹാബാക്കൾ. അപ്പോഴും ശത്രുക്കൾ ഇങ്ങനെ പൊതിയാൻ തുടങ്ങി, ഇരുമ്പി ആർക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മല്ലിൽ ഖൗം, ആരാണ് ഇവരെ നേരിടാൻ തയ്യാറുള്ളത് എന്ന് ചോദിച്ചു. തൽഹ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് പറഞ്ഞു,
അന യാ റസൂൽ അല്ലാഹ്, നബിയെ ഞാൻ തയ്യാറാണ്. റസൂൽ പറഞ്ഞു കമാൻഡ്, നീ അവിടെ ഇരിക്കി. അതെന്താ? ഇദ്ദേഹം മുഹാജിറാണ്, എൻ്റെ സ്വന്തം ആൾക്കാരാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഞാൻ സേഫാക്കിയിട്ട് അദ്ദേഹത്തെ സേവ് ചെയ്തതാ റസൂലുള്ള. ബാക്കിയുള്ള അൻസാരികളെ മരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാ. സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യം വന്നിട്ട്, അതെന്താ തൽഹാനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ റളിയല്ലാഹു അൻഹു? പക്ഷെ അതിനുള്ള മറുപടി ഈ റിവായത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടും. തൽഹാ റളിയല്ലാഹു ചാടി എഴുന്നേറ്റ് വന്നപ്പോൾ റസൂൽ പറഞ്ഞു അവിടെ ഇരിക്കും. അപ്പോൾ പിന്നെ ഫഖാല റജുലു മിനൽ അൻസാർ, ഈ റിവായത്തിൽ എന്താ ഉള്ളത്? അൻസാരികളിൽപ്പെട്ട ഒരു പാവം, അദ്ദേഹത്തിൻ്റെ പേരൊന്നുമില്ല. അയാൾ ചാടി എഴുന്നേറ്റ് പറഞ്ഞു അന യാ റസൂലല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു അൻത, ഓക്കെ നീ പോയിക്കോ. അദ്ദേഹം ചാടി ഇറങ്ങി ശത്രുക്കളോട് യുദ്ധം ചെയ്തു, അദ്ദേഹം മരണപ്പെട്ടു. വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു ആരാണ് ഇവരെ തടയാൻ തയ്യാറ്? തൽഹാ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. റസൂലുള്ളാഹി പറഞ്ഞു കമ അൻത്, നീ അവിടെ ഇരിക്കി. രണ്ടാമത്തെ അൻസാരി സഹാബി എഴുന്നേറ്റ് പോയി, അദ്ദേഹം യുദ്ധം ചെയ്തു മരണപ്പെട്ടു. ഇങ്ങനെ 11 പ്രാവശ്യം റസൂലുള്ളാഹി ചോദിച്ചു. 11 പ്രാവശ്യവും തൽഹാ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. 11 പ്രാവശ്യം റസൂലുള്ളാഹി തൽഹാ റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കാൻ പറഞ്ഞു. അൻസാരി സഹാബാക്കളിൽ ഓരോരുത്തരും ഒന്നിന് പിറകെ ഓരോന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഷഹീദായിട്ട് വീണു. അല്ലാഹു അക്ബർ. അൻസാരികളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് ഉഹദിൻ്റെ അവസാനത്തിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയും. വെറുതെ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ സ്നേഹിക്കാനും അവരെ ബഹുമാനിക്കാനും നമ്മളോട് വസിയത്ത് ചെയ്തിട്ട് പോയത്. ആ അൻസാരി ഈ 11 പേരുടെ കൂട്ടത്തിൽ അവസാനമായിട്ട് താഴെ വീഴുന്നത്, മറിഞ്ഞു വീഴുന്നത് ഉമാറത്ത് ബിൻ സിയാദ് ഇബ്നു സക്കൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പേര് റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ ശത്രുക്കളോട് പോരാടി മറിഞ്ഞു വീണെങ്കിലും മരിച്ചിട്ടില്ലായിരുന്നു, ഷഹീദായിട്ടില്ലായിരുന്നു, ജീവൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം കഴിഞ്ഞ റസൂലുള്ളാഹി തളർന്നിരിക്കുന്നതിനിടയിൽ ആരോ അദ്ദേഹത്തിന് കുറച്ച് ജീവൻ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഉദ്നൂഹു മിന്നി, അയാളെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ അയാളെ കൊണ്ടുവന്നിട്ട് തളർന്നിരിക്കുന്ന റസൂലുള്ളാഹി തൻ്റെ കാല് അദ്ദേഹത്തിന് തലയണയായി വെച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചെള്ള പിടിച്ച് കാലിൽ വെച്ചു. നബിതങ്ങളുടെ കാലിലേക്ക് രക്തമൊലിപ്പിച്ചുകൊണ്ട് തൻ്റെ ചെള്ള അഷ്റഫുൽ ഖൽക്കിൻ്റെ മുബാറക്കായ കാലിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് അവസാനമായി ആ സഹാബി ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു റളിയല്ലാഹു അൻഹു. വേദനകളില്ലാത്ത ഒരു ലോകത്തേക്ക്, സുഖലോലുപതയുടെ ഒരു ലോകത്തേക്ക്. ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടില്ല, വിഷമമില്ല, ഒന്നുമില്ല. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമായിട്ട് നാളെ കൂടി ഒന്നിക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫിർദൗസിൽ അലയിലേക്ക് റസൂലുള്ളാഹിൻ്റെ കാലിൽ തൻ്റെ ചെള്ള അമർത്തി വെച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു. ഈ 11 പേരും അങ്ങനെ ഷഹീദായി. 11 പേര് ഷഹീദായപ്പോൾ വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു മൻ ലിൽ ഖൗം, ഇനി ഈ ജനതയെ നേരിടാൻ ആരുണ്ട്? കൂട്ടത്തിലുള്ള തൽഹാ റളിയല്ലാഹു ഒപ്പം ചാടി എഴുന്നേറ്റ് റസൂലുള്ളാഹി പറഞ്ഞു ഇപ്പം സമയമായി, ഇപ്പം നീ ഇറങ്ങി യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ കാണാം പിന്നെ ഫഖാതല തൽഹ ഖിതാലൽ അഹദ അശറ, ഈ 11 പേരുടെ പോരാട്ടം പിന്നീട് തൽഹാ റളിയല്ലാഹു ഒറ്റയ്ക്ക് പോരാടിയെന്ന്. റസൂലുള്ളാഹി അദ്ദേഹത്തെ സേവ് ചെയ്യായിരുന്നില്ല, മറിച്ച് 11 പേരുടെ പോരാട്ടം ഒറ്റയ്ക്ക് പോരാടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കീപ്പ് ചെയ്യായിരുന്നു. വലിയൊരു ദൗത്യം നിർവഹിക്കാണ്ട്, വലിയൊരു സൂസൈഡ് അറ്റംപ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആത്മഹത്യാപരമായ സ്വന്തം ശരീരത്തെ അപകടത്തിലാക്കിയിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടം അദ്ദേഹത്തിന് നയിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പിടിച്ചു വെച്ചത്. അതിനുശേഷം തൽഹാ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ 11 പേരുടെ പോരാട്ടം പോരാടി. അദ്ദേഹത്തിന് ഒരുപാട് വെട്ടുകളും കുത്തുകളും ഏറ്റു. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ വിരൽ മുറിച്ചു. ഈ വിരലിങ്ങനെ മുറിച്ച് മാറ്റിയതിൻ്റെ ഇടയിൽ അദ്ദേഹം വേദന കൊണ്ട് ഹെസ് എന്ന് പറഞ്ഞു. വേണ്ടല്ലോ, നമ്മളിങ്ങനെ പടല മുറ എന്നാക്കൂലേ, അദ്ദേഹം ഹിസ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, നീ അഥവാ ബിസ്മില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ നോക്കിയിരിക്കാൻ മലക്കുകൾ ഇങ്ങനെ ഉയർത്തുമായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. ഫിദാക അബി വ ഉമ്മി യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയ രണാങ്കണത്തിലുള്ള യുദ്ധത്തിൻ്റെ ഇടയിലുള്ള ശത്രുക്കൾ പൊതിഞ്ഞിട്ടുള്ള, അപ്പോഴും തൻ്റെ അനുയായികളിൽ നിന്ന് ഒരാളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിക്കുന്ന റസൂൽ അവിടെ തർബിയത്ത് ചെയ്യുക. അങ്ങനെയല്ല പറയണ്ടേ, ഹിസ് എന്ന് പറയല്ലേ, പിന്നെന്ത് പറയണം? ബിസ്മില്ല എന്ന് പറയണം. നീ ബിസ്മില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജനങ്ങൾ നോക്കിയിരിക്കുക, മലക്കുകൾ നിന്നെ ഉയർത്തുമായിരുന്നു. മറ്റൊരു വായത്തിൽ കാണാം, നീ ദുനിയാവിൽ ജീവിച്ചിരിക്കെ തന്നെ സ്വർഗത്തിൽ നിനക്ക് വീട് വെക്കപ്പെടുന്നത് നിനക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണ്ട് ചെറുപ്പത്തിൽ നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ അപകടം സംഭവിക്കുമ്പോൾ അയ്യോ എന്ന് പറയാറുണ്ട്. അയ്യോ എന്ന് പറഞ്ഞാൽ എന്താ കുറ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ നമ്മളെ ഉപ്പയും ഉമ്മയൊക്കെ പണ്ടേ പറയാം അയ്യോ എന്ന് പറയല്ലേ പോലെ അല്ലോ എന്ന് പറയാം. കാരണം അപകടം പറ്റുമ്പോഴല്ലേ നമ്മളെ റബ്ബിനെ വിളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള തർബിയത്ത് ചെറുപ്പം മുതലേ കിട്ടി. ഒരു പക്ഷേ അവർക്കത് കിട്ടിയത് ഇങ്ങനെയുള്ള ഹദീസുകളിൽ നിന്നായിരിക്കണം. അല്ലാഹു അവർക്ക് നല്ല കൂലി നൽകുമാറാകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അദ്ദേഹത്തെ തർബിയത്ത് ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൈവെട്ടി. പിന്നെ ഖൈസ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുക, ഞാൻ തൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിന്നീട് കണ്ടിട്ടുണ്ട്, അതിന് പിന്നെ സ്വാധീനമില്ലാതായിരുന്നു. ഒന്നെങ്കിൽ വിരൽ അല്ലെങ്കിൽ കൈ തന്നെ പിന്നീട് സ്വാധീനമില്ലായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉഹദിൻ്റെ രണാങ്കണത്തിൽ അദ്ദേഹം ആ കൈ വെച്ചായിരുന്നു സംരക്ഷിച്ചത് എന്ന് കാണാം. അതേപോലെ ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന് അദ്ദേഹത്തിന് ഏകദേശം 30-ൽ പരം വെട്ടുകൾ ഏറ്റുന്ന 30-ൽ പരം വെട്ടുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണഗതിയിൽ ഉഹദിൻ്റെ രണാങ്കണത്തെക്കുറിച്ച് ഇങ്ങനെ സഹാബാക്കളോട് പറയുമ്പോൾ പറയാറുണ്ട്, ദാക യൗമുൻ കുല്ലുഹു ലി തൽഹ,
ആ ഡേ അത് തൽഹയുടെ ഡേ ആയിരുന്നു. ആ ദിവസം അത് തൽഹയുടെ ദിവസമായിരുന്നു എന്ന് പറയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദിയും ഇബ്നു മാജയും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാൻ പറ്റും. മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ്, ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഷഹീദിനെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫല്യൻദുറ ഇലാ തൽഹത്ത് ബിൻ ഉബൈദില്ല, അവൻ തൽഹത്ത് ബിൻ ഉബൈദില്ലയെ നോക്കിക്കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത്രയും മഹത്വമുള്ള സഹാബി അദ്ദേഹം. സാധാരണ നബിതങ്ങളുടെ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അവർ നബിതങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പേടിയായിട്ട് വഖാറ് കാരണം, ഹൈബത്ത് കാരണം ചോദിക്കാൻ മടിക്കുമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ആറാബി നബിതങ്ങളുടെ അടുക്കൽ വരാൻ വേണ്ടിയിട്ട് ഇവർ കാത്തുക്കും. എന്നിട്ട് ഈ ആറാബിയോട് ഇവരുടെ ചോദ്യം ചോദിച്ചിട്ട് അയാളെ കൊണ്ട് ചോദിപ്പിക്കും. കാരണം ആറാബി ആകുമ്പോൾ പ്രത്യേകിച്ച് മാനേഴ്സ് ബഹുമാനമൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തു നിന്ന് ഒരു ആറാബി വന്നപ്പം സഹാബാക്കളെല്ലാം കൂടി ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ റസൂലുള്ളാഹിനോട് ചോദിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓതിയ ഒരു ആയത്തുണ്ടല്ലോ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി, അള്ളാഹുവിനോടുള്ള കരാർ പൂർത്തിയാക്കിയ ഒരു പറ്റം ആളുകൾ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? ഫമിൻഹും മൻ ഖളാ നഹ്ബഹ്, ആ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചിലർ അവർ ഓൾറെഡി മരണം പുൽകിയിരിക്കുന്നു, മരണം വഹിച്ചിരിക്കുന്നു, മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതാരാന്ന് നീ ഒന്ന് ചോദിക്കുമോ? അല്ലെ, സംശയം ഉണ്ടാവുമല്ലോ. ഹംസ റളിയല്ലാഹു അൻഹു ആണോ, അല്ല മുസ്അബ് ബിൻ ഉമൈർ ആണോ, അല്ല അനസ് ബിൻ നദർ ആണോ? മരിച്ചുപോയി കരാർ പൂർത്തീകരിച്ച് അള്ളാഹുലേക്ക് എത്തി എന്ന് പറഞ്ഞ ആൾ ആരാ എന്ന് അദ്ദേഹത്തോട് റസൂലുള്ളാഹിനോട് ചോദിക്കുമെന്ന് ഈ അറാബിയോട് ചോദിച്ചു. ഈ അറാബി റസൂലുള്ളാഹിനോട് ചോദിച്ചു. പക്ഷേ റസൂലുള്ളാഹി ഫഅറള അൻഹു, മുഖം തിരിച്ചു പറഞ്ഞു, മറുപടി പറഞ്ഞില്ല. വീണ്ടും അറാബി ചോദിച്ചു, വീണ്ടും നബി തങ്ങൾ മുഖം തിരിച്ചു. വീണ്ടും അറാബി ചോദിച്ചു, റസൂലുള്ളാഹി വീണ്ടും മുഖം തിരിച്ചു. തൽഹ റളിയല്ലാഹു പറയാ, ഈ സമയത്ത് ഞാൻ മസ്ജിദിലേക്ക് കടന്നു വന്നു. ഞാനൊരു നല്ല ചുവപ്പ് വസ്ത്രമൊക്കെ ധരിച്ചിട്ടായിരുന്നു മസ്ജിദിലേക്ക് വന്നത്. എന്നെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന സഇലു അമ്മൻ ഖളാ നഹ്ബഹ്, മൻ ഖളാ നഹ്ബഹു എന്നതിനെ കുറിച്ച് ചോദിച്ച ആൾ എവിടെയെന്ന് ചോദിച്ചു. അറാബി പറഞ്ഞു, ഞാൻ അള്ളാഹിൻ്റെ റസൂലെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഹാദാ മിമ്മൻ ഖളാ നഹ്ബഹ്, ഇദ്ദേഹം മിമ്മൻ ഖളാ നഹ്ബഹുവിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. സഹാബാക്കൾ മരിച്ച ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചു. പക്ഷേ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണിച്ചു കൊടുത്ത. കാരണം എന്താ? ഭൂമിയിലൂടെ നടക്കുന്ന ഒരു ഷഹീദായിരുന്നു തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ട തൈം ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു ആളാരാ? പ്രധാനപ്പെട്ട സഹാബി ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തൈമിയാണ്. രണ്ടുപേരും അവരുടെ ഉപ്പമാർ എളാപ്പ മൂത്താപ്പന്മാരുടെ മക്കളാണ്. അപ്പോൾ ഇവരെ മുസ്ലിമായ ഉടനെ നൗഫൽ ഇബ്നു ഖുവൈലിദ് എന്ന് പറഞ്ഞ അസദ് ഖുറൈശികളുടെ സിംഹം എന്നറിയപ്പെടുന്ന ഭയങ്കര ഒരു ആളുണ്ടായിരുന്നു. അയാൾ ഇവരെ രണ്ടുപേരെയും ഒരു കയറിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് പീഡിപ്പിക്കുമായിരുന്നു. അപ്പം ഇത്രയും വലിയ ആളായതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഗോത്രമായിരുന്ന ബനൂ തൈമിന് ഇവരെ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. ഇവരങ്ങനെ പീഡനവും അടിയിടിയൊക്കെ കൊള്ളുമായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരെയും കെട്ടിയിട്ടുകൊണ്ട് ഒന്നിച്ച് പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ചരിത്രത്തിൽ തൽഹ റളിയല്ലാഹു അൻഹും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഖരീനാൻ, രണ്ട് ഉറ്റ കൂട്ടുകാർ എന്നറിയപ്പെടുന്നത്. പണ്ടേ ഒന്നിച്ച് കെട്ടപ്പെട്ട് അടിയുടിയും കൊണ്ടതുകൊണ്ട് ഖരീനാൻ എന്നാണ് അവർ രണ്ടുപേരും അറിയപ്പെടുന്നത്. ഇദ്ദേഹവും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളാണ് തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു. നേരത്തെ നമ്മൾ പറഞ്ഞു 7ാമത് മുസ്ലിമായ ആളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം 8ാമത് മുസ്ലിമായ ആളാണ്. അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താവുമ്പോൾ 6 പേരെ ഏൽപ്പിച്ചിട്ട് പോയിട്ടില്ലേ, അതിൽ തൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഇദ്ദേഹം എല്ലാ യുദ്ധത്തിനും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. അന്ന് കച്ചവടത്തിനോ മറ്റോ അദ്ദേഹം ഷാമിലേക്ക് പോയിരിക്കുന്ന സമയത്തായിരുന്നു. നല്ല കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. ദീനിൻ്റെ മാർഗത്തിൽ നന്നായിട്ട് ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹം തന്നെ പറയാ, സമ്മാനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ യുഹദിൻ്റെ രണാങ്കണത്തിൻ്റെ അന്ന് റസൂലുള്ളാഹി എനിക്ക് പേര് വെച്ചു തൽഹത്തുൽ ഖൈർ, ഖൈറിൻ്റെ ഉടമയായ തൽഹ എന്ന് പേര് വെച്ചു. ഖൈബറിൻ്റെ രണാങ്കണത്തിൻ്റെ അന്ന് റസൂലുള്ളാഹി എന്നെ വിളിച്ചു തൽഹത്തുൽ ഫയ്യാൽ, അള്ളാഹിൻ്റെ മാർഗത്തിൽ കയ്യും കണക്കുമില്ലാതെ ചെലവഴിക്കുന്ന ആളെന്ന് എന്നെ പേര് വിളിച്ചു. ഹുനൈനിൻ്റെ ദിവസത്തിൻ്റെ അന്ന് എന്നെ പേര് വിളിച്ചു തൽഹത്തുൽ ജൂദ്, ഉദാരതയുടെ തൽഹ എന്ന് എന്നെ പേര് വിളിച്ചു. അപ്പോൾ തൽഹാൻ എത്ര പേരുണ്ട്? തൽഹത്തുൽ ഖൈർ, തൽഹത്തുൽ ഫയ്യാൽ, തൽഹത്തുൽ ജൂദ് എന്ന് 3 പേരുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഒരാളായ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ചെലവഴിക്കുന്നതിനെ കുറിച്ചൊരു റിവായത്ത് പ്രകാരം കാണാൻ പറ്റും. ഇമാം ദഹബി തൻ്റെ സിയറിലും അതേപോലെ തന്നെ ഇബ്നു അസാക്കിർ തൻ്റെ താരീഖിലൊക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം. അദ്ദേഹത്തിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ ലാഭം ഹദറമൗത്തിൽ നിന്ന് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി. ഏകദേശം 7 ലക്ഷം ദിർഹം ഉണ്ടായിരുന്നു. എത്രയാ ലാഭം? 7 ലക്ഷം ദിർഹം. അത് വീട്ടിൽ വന്നു. വീട്ടിൽ അതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫബാത ലൈലതുഹു യതമൽമൽ, ഉറക്കം വരാതെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ കിടക്കുക. ഭാര്യ ചോദിച്ചു, മാലക് എന്ത് പറ്റി? നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണമാണോ രാത്രി ഉറക്കം വരാത്തത്? അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടൊന്നല്ല, നിന്നിൽ നിന്ന് നല്ലതല്ലാതെ ഞാൻ വേറൊന്നും ഇതുവരെയും അനുഭവിച്ചിട്ടില്ല. പക്ഷേ തഫക്കർത്തും മുന്തില്ല, കുറച്ച് നേരമായി ഒരു ചിന്ത എന്നെ ഇങ്ങനെ അലട്ടുന്നു.
മാ ദന്നു റജുലിൻ ബിറബ്ബിഹി യബീതു വഹാദൽ മാലു ഫീ ബൈതിഹി. തൻ്റെ വീട്ടിൽ ഇത്രയും അധികം പൈസ അല്ലെങ്കിൽ ഇത്രയും അധികം ദിർഹം വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരാളുടെ റബ്ബിലുള്ള വിശ്വാസം എന്തായിരിക്കും എന്ന ചിന്ത എന്നെ അലട്ടുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് ഒരു മുഅ്മിനിൻ്റെ വിശ്വാസം, അവന് റിസ്ക് നൽകുന്നത് ആരാ? അള്ളാഹു ആണ്. അവൻ്റെ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നത് ആരാ? അള്ളാഹു ആണ്. അപ്പം നാളത്തെ എൻ്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തിരിക്കെ ഇത്രയും സമ്പത്ത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നാളത്തേക്ക് വേണ്ടി എൻ്റെ അടുക്കൽ വെക്കുക എന്നുള്ളത് എൻ്റെ അള്ളാഹുവിലുള്ള വിശ്വാസം കുറക്കുന്ന കാര്യമല്ലേ? അല്ലേ? ഭയങ്കര ചിന്ത കേട്ടോ. എൻ്റെ വിശ്വാസം എന്താ? നാളത്തെ എൻ്റെ റിസ്ക് ആരാ എനിക്ക് തരേണ്ടത്? അള്ളാഹുവാ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഏറ്റെടുത്തൊരു വിഷയത്തിൽ പിന്നെ എന്തിന് ഞാൻ ഇത്രയും സമ്പത്ത് ഇവിടെ പിടിച്ചു വെച്ചിട്ട് കിടക്കുന്നു? അത് ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, ഇതാ പ്രശ്നം, അത് നിങ്ങൾ എന്തിനാ ബേജാറാകുന്നത്? ഫൈന അൻത അൻ ബഅലി അഖില്ലൈക്, താങ്കളുടെ കുറേ പാവപ്പെട്ടവരായ സുഹൃത്തുക്കളില്ലേ, മുഹാജിരീങ്ങളിലും അൻസാരികളിലും പെട്ട, ഒരു കാര്യം ചെയ്യ്, അവരെല്ലാം നാളെ വിളിക്കും. എന്നിട്ട് രാവിലെ ആയാൽ അങ്ങ് കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവരാൻ പറ, അതിലിത് മൊത്തവും ചൊരിഞ്ഞിട്ട് ഫഖസ്സിംഹു, അവർക്കൊക്കെ വീതിച്ച് നൽകിക്കോ എന്ന് പറയാം. അല്ലാഹു അക്ബർ. സഹാബാക്കളുടെ കൂട്ടത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാതൃക. 7 ലക്ഷം ദിർഹം വീട്ടിൽ വന്ന് ലാഭമായിട്ട് അതിന് എന്ത് ചെയ്യണമെന്ന് ഒരു ഭാര്യ, ഒരു സ്ത്രീ, ഒരു പെണ്ണ് ഭർത്താവിനോട് അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കുക, അതിനെ ഫുള്ള് ചിലവഴിച്ച് കഴിഞ്ഞേന്നു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. ഇദ്ദേഹം പറഞ്ഞു, റഹിമക്കില്ല, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഖദ് അലിംതു അന്നകി മുവഫഖത്തുൻ ബിൻതു മുവഫഖ്, എനിക്ക് അന്നേ അറിയായിരുന്നു നീ ഭയങ്കര തൗഫീക്ക് കിട്ടിയ വലിയൊരു മഹാൻ്റെ ഒരു വലിയ തൗഫീക്ക് കിട്ടിയ മകളാണ് നീ എന്നെനിക്കറിയാമായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചരിത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആരാപ്പം ഈ സ്ത്രീ? വലിയ തൗഫീക്ക് കിട്ടിയ മഹാൻ്റെ തൗഫീക്ക് കിട്ടിയ മകൾ എന്ന് ഇദ്ദേഹം തൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഇവരെടുത്ത സ്റ്റാൻഡ് ചില്ലറ സ്റ്റാൻഡല്ല, വലിയൊരു കാര്യം അവർ ചെയ്ത, ഒരു സാധാരണ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ കുറച്ച് പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഞാൻ എന്തായാലും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇപ്പം ചെറിയൊരു പ്രശ്നമായിട്ടുണ്ട്. അതായത് അങ്ങനത്തെ പ്രശ്നമല്ല, മെനഞ്ഞാന്ന് മുതൽ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ വൈഫ് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടി സൂക്ഷിക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കാലത്തെ പെൺകുട്ടികളെയൊക്കെ നിങ്ങൾ തന്നെ സങ്കല്പിച്ച് നോക്കിയാൽ മതി. എന്താ പറഞ്ഞാലും ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇങ്ങനെ പറയണമെങ്കിൽ, അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ ആരായിരിക്കും ഈ സ്ത്രീ? അദ്ദേഹത്തെക്കുറിച്ച് തൽഹാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്താ? മുവഫഖത്തുൻ ബിൻതു മുവഫഖ് എന്ന് പറയുന്നുണ്ട്. ആരാണ് സ്ത്രീ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് അന്വേഷിച്ച് ഇങ്ങനെ പോയി വായിച്ച് അവസാനം അതിങ്ങനെ കണ്ടെത്തിയപ്പം സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയാം, അത് ആരാണെന്ന് അറിഞ്ഞപ്പോൾ, ആരുടെ മകളാണെന്ന് മനസ്സിലായപ്പോൾ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇരുന്നെടുത്തൊന്ന് എഴുന്നേറ്റ് നിങ്ങളൊന്ന് ചാടിപ്പോയി. അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളോട് പറയാം, അത്രക്കും സന്തോഷമായിപ്പോയി ആരാണ് ആ സ്ത്രീ എന്നറിഞ്ഞപ്പോൾ. ആരാന്ന് പറയും? ഈ ഭാഗ്യവതി, ഈ സ്ത്രീ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഈ മഹിത, അവരുടെ പേര് ഉമ്മു കുൽസൂം എന്നാണ്. ഉമ്മു കുൽസൂം ബിൻതു മൻ? ആരുടെ മകൾ ഉമ്മു കുൽസൂം? ഉമ്മു കുൽസൂം ബിൻത് അബീ ബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെലവ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങൾ നബി തങ്ങളുടെ മുന്നിൽ വന്ന് കൊണ്ടിട്ടിട്ട്, മാദാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ നിന്റെ വീട്ടിൽ നീ എന്ത് ബാക്കിയാക്കി എന്ന് ചോദിച്ചപ്പോൾ, അബ്ഖൈതുല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെ ബാക്കിയാക്കിയിട്ട് ബാക്കി മുഴുവനും ഞാൻ കൊണ്ടുവന്ന റസൂലെ എന്ന് പറഞ്ഞ ആ വീടുണ്ടല്ലോ, ആ വീട്ടിൽ നിന്ന് വന്ന പെൺകൊടിയാണ് ഈ പെൺകൊടി മുവഫഖത്തുൻ ബിൻതു മുവഫഖ് എന്ന് തൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തൽഹാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടുന്ന് കിട്ടിയതാണ് ഈ ഗുണം. ഏതായാലും രാവിലെ ആയപ്പോൾ ഭാര്യ പറഞ്ഞതുപോലെ ഇദ്ദേഹം പാത്രങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അതൊക്കെ മുൻപിൽ വന്ന് കൊണ്ടുവച്ചു. അതിൽ ഈ സമ്പത്തൊക്കെ ഇട്ട് ഇങ്ങനെ വീതിക്കാൻ തുടങ്ങി. കുറച്ചേറെ ഇങ്ങനെ വീതിച്ച് എല്ലാം കഴിയാനായപ്പോൾ ഈ ഭാര്യ വന്നിട്ട് ചോദിച്ചു, അല്ല അബാ മുഹമ്മദേ അമാ കാനലനാ ഫിൽ ഹാദൽ മാലി മിൻ നസീം, നീ എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു തീർത്താൽ നമ്മുടെ വീട് ഇന്നലെയും ഇന്നും നാളെയൊക്കെ പട്ടിണിയാണെന്ന് അറിയില്ലേ, നമുക്കിതിൽ നിന്ന് ഒരു കുറച്ചെങ്കിലും മാറ്റി വെച്ചൂടെ, ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം അത്ഭുതത്തോടുകൂടി പറഞ്ഞു, ഫൈന കുന്തു മുൻസലും, അത് ശരി, നീ തന്നെ ഇന്നലെ എനിക്ക് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് ഇന്ന് രാവിലെ മുതൽ നീ എവിടെ പോയി കിടക്കുകയായിരുന്നു, നേരത്തെ വരണ്ടേ, ഏകദേശം ഇപ്പം എല്ലാം കൊടുത്തു തീർന്നല്ലോ. ഫശഅ്നുക ബിമാ ബഖി, ഒരു കാര്യം ചെയ്യ്, ഞാനിവിടെ നിർത്തി വെച്ചു, ഇനി ബാക്കിയുള്ളത് നീ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബാക്കിയുള്ളത് എത്രയാണെന്ന് നോക്കുമ്പം ഒരു ചെറിയ കിഴിയിൽ ഏകദേശം 1000 ദിർഹം ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര തൽഹാ റളിയല്ലാഹു അൻഹു രാവിലെ മുതൽ കൊടുത്തെടുത്തു?
6,99,000 രൂപ അദ്ദേഹം അല്ലെങ്കിൽ ദിർഹം അദ്ദേഹം മുഴുവനായിട്ട് ചിലവഴിച്ചു. ആകെ 1000 ദിർഹം മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹവും ജമൽ യുദ്ധത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്, ഷഹീദാകുന്നത്. ജമൽ യുദ്ധത്തിൽ ഒരു പക്ഷേ അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത് നടക്കുന്ന ജമൽ യുദ്ധത്തിൽ ആദ്യം കൊല ചെയ്യപ്പെടുന്ന, ആദ്യം ഷഹീദാക്കപ്പെടുന്ന അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആളുകളൊക്കെ ദഫൻ ചെയ്തു. ദഫൻ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. തൽഹ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ ഇയാളോട് പറയാം, ഹവ്വിലൂനി അൻ ഖബരി, എൻ്റെ ഖബറിൽ നിന്ന് നിങ്ങൾ എന്നെ ഒന്ന് മാറ്റണേ എന്ന് ആര് പറയാ? തൽഹ റളിയല്ലാഹു അൻഹു ഈ സ്വപ്നത്തിലുള്ള ആളോട് പറയാം. ആദ്യത്തെ ദിവസം കണ്ടു, ഫഖദ് ആദാനി അൽമ, കാരണം വെള്ളം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം അടിയിലൂടെ കനിഞ്ഞു വന്നിട്ട് എൻ്റെ ശരീരത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെ നിങ്ങൾ മാറ്റണേ എന്ന് പറയാം. ആദ്യത്തെ ദിവസം, ഇതും അൽബിദായ വന്നിഹാൽ ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന, ആദ്യത്തെ ദിവസം ഇയാൾ സ്വപ്നം കണ്ടു, രണ്ടാമത്തെ ദിവസം സ്വപ്നം കണ്ടു, മൂന്നാമത്തെ ദിവസം സ്വപ്നം കണ്ടപ്പോൾ ഇത് സാധാ സ്വപ്നം അല്ല എന്ന് മനസ്സിലായിട്ട് അന്ന് ബസറയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ 10,000 ദിർഹം കൊടുത്തിട്ട് ഒരു വീട് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തെ അടക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹത്തെ അടക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഖബർ തുറന്ന് ഇദ്ദേഹത്തിൻ്റെ ശരീരം എടുത്തപ്പോൾ ആ വെള്ളം തട്ടിയ ഭാഗത്തിന് ചെറിയ കളർ വ്യത്യാസം സംഭവിച്ചിരുന്നു. പക്ഷേ വഇദാ ഹുവ കഹൈഅതിഹി യൗമ ഉസൈബ്, അദ്ദേഹം ഷഹീദാകുമ്പോൾ ഏത് കോലത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അതേ കോലത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. വെള്ളം തട്ടിയ സ്ഥലത്ത് ആ വെള്ളം തട്ടിയതിൻ്റെ പേരിൽ ചെറിയൊരു ഈർപ്പം വന്നിട്ട് കളറ് മാറി എന്നല്ലാതെ വേറൊരു മാറ്റവും അദ്ദേഹത്തിന് ഏറ്റിട്ടിരുന്നില്ല എന്ന് ചരിത്രത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ-ബിദായ വന്നിഹായിൽ ഉദ്ധരിക്കുന്നു. റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരായ സഹാബാക്കളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇവിടെ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം കേട്ടു, തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം കേട്ടു, അതിനു മുമ്പ് സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം കേട്ടു. ഇന്നും ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗം കേട്ടു. അതല്ലാത്ത ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗങ്ങൾ പലതും കേൾക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ചിലവഴിക്കലൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഇവരൊക്കെ വലിയ വലിയ മഹാന്മാരായിരുന്നു, ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ അർപ്പിച്ചവരായിരുന്നു. പക്ഷേ ഇവർക്ക് എന്തെല്ലാം കൂലി കിട്ടിയിട്ടുണ്ടോ, ഇവരുടെ ത്യാഗങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ എന്തെല്ലാം പ്രതിഫലമുണ്ടോ ആ പ്രതിഫലമൊക്കെയും 1% കുറയാതെ തൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ എഴുതി മാറ്റിക്കൊണ്ടിരിക്കുന്ന വേറൊരാളുണ്ട്. ഇവർക്ക് കിട്ടിയ മുഴുവൻ പ്രതിഫലവും അതിൽ നിന്ന് ഒരു തരി പോലും കുറയാതെ, 1% പോലും കുറയാതെ. അതാ തൽഹ റളിയല്ലാഹു അൻഹു 36-37 കുത്ത് വെട്ട് ഉഹദ് യുദ്ധത്തിൽ വാങ്ങി. ആ സഅദ് നബി വക്കാസ് റളിയല്ലാഹു അൻഹു ഇത്രയും അധികം ത്യാഗങ്ങൾ സഹിച്ചു. ഇവരുടെയൊക്കെ ത്യാഗങ്ങൾ, അതിൻ്റെയൊക്കെ പ്രതിഫലം 1% പോലും കുറയാതെ തൻ്റെ അക്കൗണ്ടിലേക്ക് വാങ്ങി വെക്കുന്ന മറ്റൊരാളുണ്ട്. ആരാണത്? നമ്മൾ നേരത്തെ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബാക്കളിൽ ഈ പറഞ്ഞ 5 പേര് മുസ്ലിമായത് ഈ മഹാനവറുകളുടെ കൈകൊണ്ടാണ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നത്. കാരണം ഇറാഖ് പോലുള്ള പ്രവിശ്യ കീഴടക്കിയത് സഅദ് റളിയല്ലാഹു അൻഹു ആണ്. അവിടെ ഇസ്ലാം എത്തിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം അവിടുന്ന് എത്ര പണ്ഡിതന്മാരുണ്ടായി, എത്ര വലിയ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടന്നു. ഇതിൻ്റെയൊക്കെ കൂലി സഅദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടും. സഅദ് റളിയല്ലാഹു അൻഹുവിന് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ ആരുടെ അക്കൗണ്ടിലേക്ക് പോകും? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അക്കൗണ്ട്. ഇതാണ് ദഅവത്തിൻ്റെ പ്രത്യേകത, ദഅവത്തിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിൻ്റെ മഹത്വം. നമ്മളൊരു കാര്യം പഠിച്ച് മനസ്സിലാക്കി അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അയാൾ ആ കാര്യം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. ഇങ്ങനെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി വലിയ അറിവ് വേണമെന്നൊന്നുമില്ല. ഈ 5 പേരെ മുസ്ലിം ആക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തൊക്കെ ഇൽമുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളത്രയും പോലും അറിവുണ്ടായിരുന്നില്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു. കാരണം അന്ന് ഖുൽ ഹുവല്ലാഹു പോലും ഇറങ്ങിയിട്ടില്ല. ഖുൽ ഹുവല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയില്ല, ഖുൽ ഔദു റബ്ബിൽ ഫലക് അറിയില്ല, ഖുൽ ഔദു റബ്ബിൻ നാസ് അറിയില്ല, ഒന്നും അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, മുഹമ്മദ് റസൂലുള്ളാഹി അറിയാം, ഇഖ്റഇൻ്റെ 5 ആയത്ത് അറിയാം. ഇത്രയും കാര്യം കൊണ്ടാണ് അദ്ദേഹം ദഅവത്ത് ചെയ്തത്, 5 പേരെ മുസ്ലിമാക്കിയത്. അതിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ നേതാവായി മാറി. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയി മാറി. ഇവിടെയാണ് ദഅവത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. നമുക്കറിയുന്ന കാര്യം ദീന് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കാം. ആ സമയത്ത് അയാൾ അമൽ ചെയ്തിട്ടുണ്ടാകും. ഞാനിപ്പം റഷീഖാക്ക് നിസ്കാരത്തിന് ശേഷം പറയേണ്ട ദുആക്കൾ പഠിപ്പിച്ചു എന്ന് വിചാരിക്കാം. ആ സമയത്ത് ഒരു പക്ഷേ റഷീഖ് അമൽ ചെയ്യണമെന്നില്ല. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആരുടെയൊക്കെയോ പ്രസംഗം കേട്ട് ഫിക്റാവുമ്പോൾ ഇനി എല്ലാ ദിക്റുകളും പ്രാവർത്തികമാക്കണം എന്ന് തീരുമാനിച്ചിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ റഷീഖ് ആ ദിക്ർ പറയാൻ വേണ്ടി തുടങ്ങും. പക്ഷേ ആ കൂലി എപ്പോൾ ആർക്ക് കിട്ടുമെന്നറിയോ? ഇതാദ്യം പഠിപ്പിച്ചു കൊടുത്താൽ എനിക്ക് കിട്ടും. ഇപ്പം നമ്മൾ കുറേ നാൾ തല്ലിപ്പൊളിയായി നടന്ന് എന്നിട്ട് പെട്ടെന്നൊരു ജമാഅത്തിനൊക്കെ പോയി മാറ്റം വന്ന് ജീവിതത്തിൽ പിന്നെ നല്ല അവസ്ഥകളൊക്കെ വന്നെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ അമൽ ചെയ്യാൻ വേണ്ടി പോകുമ്പം പണ്ട്
നമ്മൾ കുറേ ദിക്റുകളൊക്കെ പ്രാവർത്തികമാക്കും, ഖുർആൻ ഓതും. ഇതൊക്കെ ചെയ്യുമ്പം നമുക്ക് പണ്ട് നമ്മളെ മദ്രസയിൽ ആബാ പഠിപ്പിച്ച ഉസ്താദിന് അതിൻ്റെ കൂലി പോകും. ദിക്ർ പഠിപ്പിച്ച ഉസ്താദിന് അതിൻ്റെ കൂലി പോകും. സാധാരണഗതിയിൽ നമ്മുടെ മദ്രസയിൽ പുതിയ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര മത്സരം, ഈ പുതിയ കുട്ടികൾക്ക് പുതിയ ദിക്റുകളും മറ്റും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. കാരണം എന്താ, അവരിനി പറയുമ്പോഴൊക്കെ അതിൻ്റെ കൂലി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. എന്തായാലും അവർ പഠിക്കും, മനസ്സിലാക്കും. പക്ഷേ അതിൻ്റെ കൂലി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എത്രത്തോളം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ, അത്രത്തോളം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ നമ്മുടെ അക്കൗണ്ടും നമ്മൾ നിറച്ചു വെക്കുക. ചിലപ്പോൾ നമ്മളെക്കാട്ട് ഇഖ്ലാസിൽ അവർ ചെയ്യുന്നുണ്ടാവും, അവർ പറയുന്നത്. അപ്പോൾ ദഅവത്തിൻ്റെ ദഅവത്തിനെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണരുത്. ദഅവത്ത് പരമാവധി ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു കുറേ നേരം ചെറുത്തു നിന്നു, നടക്കുന്നില്ല. അതിനുശേഷം 7 സഹാബാക്കളുടെ വിധങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. 11 സഹാബാക്കൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു, നടക്കുന്നില്ല. കാരണം എന്താ, ആയിരക്കണക്കിനുണ്ട് ശത്രുക്കൾ. അവസാനം തൽഹാ റളിയല്ലാഹു അൻഹു സാധിക്കുന്നത് പോലെയൊക്കെ ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് പോറലേൽപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ സഹാബാക്കൾക്ക് സാധിച്ചില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉഹദിലേറ്റ പരിക്കുകളെ പറ്റിയാണ്. കുറച്ച് വിഷമമുള്ള കാര്യമാണ്, പറയാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നബിതങ്ങൾക്ക് എന്തൊക്കെ പരിക്കുകളാണ്, എവിടൊക്കെയാണ് നബിതങ്ങൾക്ക് മുറിവ് പറ്റിയതിനെ കുറിച്ചാണ് പറയേണ്ടത്. സാധാരണഗതിയിൽ ഞാൻ എടുക്കാനുള്ള ക്ലാസ് വായിപ്പിക്കാൻ നമ്മളെ ഉസ്താദ് അബ്ദുൽ ബാരി ഉസ്താദിനെ കൊണ്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ ഉണ്ട്. നമ്മൾ ഈ വായിച്ചിട്ട് മാത്രം, നമ്മൾ സ്വന്തമായിട്ട് കുറേ പഠിച്ച് വായിച്ച് ഒരു കാര്യം അവതരിപ്പിക്കുന്നത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നമുക്ക് എപ്പോഴും ഒരു ഉസ്താദ് ഉണ്ടാവണം, ഒരു ഷെയ്ഖ് ഉണ്ടാവണം. കാരണം എന്താ, ഈ നബിതങ്ങളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ സാധാരണ ചരിത്രമോ സാധാരണ കഥയോ അല്ല. ഇതിലൊരു കാര്യം സ്ഥിരപ്പെട്ട അത് ദീനാണ്, അല്ലേ? ഈ കാര്യത്തിൽ അതുകൊണ്ട് ഇത്രയും റിവായത്തുകൾ ഉദ്ധരിച്ചിട്ട് തന്നെ കാര്യം പറയുന്നത്. അപ്പോൾ എപ്പോഴും അൽഹംദുലില്ലാ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം വായിച്ചാൽ അത് അങ്ങനെ തന്നെ നിങ്ങളോട് വന്ന് പറയാറില്ല, ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടേ പറയാറുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാ പാഠങ്ങളും ഉസ്താദിനെ കൊണ്ട് വായിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ പാഠം എത്തിയിട്ട് ഇത് വായിപ്പിക്കുമ്പോൾ ഉസ്താദിന് വായിക്കാൻ കഴിയുന്നില്ല, ഇടറുന്നു, ശബ്ദം പേടിയാവുന്നുണ്ട്. മുഖത്ത് ശരിക്കും ഞാൻ പറയാം, നമ്മൾ പറയില്ലേ, ഭയത്തിൻ്റെ ആ ഒരു അടയാളങ്ങൾ കാണുന്നുണ്ട്. ശരിക്കും പേടിയാവുന്നു, വായിക്കാൻ കഴിയുന്നില്ല. അർത്ഥം വെച്ചിരുന്നത് തന്നെ വളരെ പതിഞ്ഞ സ്വരത്തിലാണ് ഇങ്ങനെ അർത്ഥം വെച്ചിരുന്നത് റസൂലുള്ളാഹിനെ. പിന്നെ ആ റസൂലുള്ളാഹിനെ ചെയ്ത ഓരോരുത്തരുടെ പേര് വരുമ്പോഴും ഭയങ്കരമായിട്ട് അറബിയിലും മലയാളത്തിലൊക്കെ അവരിങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട്, അവരെ ആക്ഷേപിച്ചുകൊണ്ട് വളരെ പതിഞ്ഞ സ്വരത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റ പരിക്കുകളെ പറ്റി ഉസ്താദ് നമുക്ക് വിവരിച്ചു തന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കേൾക്കണം. പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അറിയണം, മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ അടക്കം നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന ത്യാഗങ്ങൾ മുഴുവനും സഹിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. കാരണം എന്താ, മക്കക്കാർക്ക് ദീനെത്തി, മദീനക്കാർക്ക് ദീനെത്തി, ആളുകൾ കാര്യം മനസ്സിലാക്കി. നബി തങ്ങൾക്ക് അവിടെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ബദറിന് പോയത്, ഉഹദിന് പോയതൊക്കെ ആ രാജ്യവും മറികടന്ന് ബാക്കിയുള്ളവർക്ക് ദീൻ എത്തണമെന്നുള്ള അതിയായ ആശയുടെയും ആഗ്രഹത്തിൻ്റെയും പേരിലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇത്രയും കലുഷിതമായ സാഹചര്യത്തിൽ എല്ലാ സഹാബാക്കളും താഴെ വീണ് കിടക്കുന്ന സമയത്ത് ശത്രുക്കൾ നബിതങ്ങളുടെ ശരീരത്തെ ലക്ഷ്യമാക്കി, മുബാറക്കായ ശരീരത്തെ ലക്ഷ്യമാക്കി ഇരമ്പി ആർത്ത സമയത്ത് എന്ത് സംഭവിച്ചു എന്നതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളെയും പുറത്തു മാഫാക്കി ഈ മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.